നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സെയിൽ സ്റ്റീൽ കോംപ്ലക്സ് ഇല്ലാതാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കച്ചവട ലോബിയാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ. എളമരം പാലത്തിലൂടെ ബസ് സർവീസ് ആരംഭിക്കണമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി. ഹർഷിനയുടെ ജീവൻ വെച്ചാണ് സർക്കാർ പന്താടുന്നതെന്നും സിപിഎമ്മും സർക്കാരും രാഷ്ട്രീയം കളിക്കുകയാണെന്നും എം.കെ. രാഘവൻ എം.പി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പി.എം. നിയാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക, പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എം. നിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസ് കേസിനെ നിസാരവൽക്കരിക്കുകയാണെന്നും പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവരെ പറഞ്ഞുവിട്ട് ഇവിടെ നടത്തുന്ന എഫ്ഐആർ പോലും രാവിലെ വന്ന് ആളുകൾക്ക് എഫ്ഐആർ വിട്ടിട്ട് കൊടുത്തത് രാത്രിയിലാണ്. എന്തിനാണ് രാത്രിയിൽ എഫ്ഐആർ ഇട്ട് കൊടുത്തത്? അത്രയും താമസിപ്പിച്ചത് എന്തിനാണ്? പ്രതിക്ക് രക്ഷപ്പെടുവാൻ 2 ദിവസം പ്രതിയെ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ സ്വന്തം ഭാര്യയെ അവരുടെ കേബിൾ വയർ വെച്ച് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഭീകരമായ ഒരവസ്ഥയ്ക്ക് ആ അവസ്ഥ ഏറ്റുപറഞ്ഞ സഹോദരിയുടെ ആ കശ്മലൻ അവിടെയുണ്ട്. അപ്പം വെക്കണ്ടേ പൂട്ട്, അപ്പം വെക്കണ്ടേ ആമം വെച്ച് കയ്യാമം വെച്ച് അവരെ കോടതിയിലേക്ക് കൊണ്ടുപോയതിനു പകരം നീ പൊക്കോ മോനെ, നീ വിട്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഏമാന്മാർ അവരെ വിടുന്നു. അത് അവർ അദ്ദേഹം ആ നരാധവൻ ഇന്ന് രാജ്യം വിട്ടു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇവരെ മുന്നോട്ട് പോയത്. ഇവിടെ പരാതി പറയുന്ന സഹോദരിമാരെ പരാതി പറയുന്ന സഹോദരിയുടെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തുന്ന ചില ഏമാമാരുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സെയിൽ സ്റ്റീൽ കോംപ്ലക്സ് ഇല്ലാതാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കച്ചവട ലോബിയാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ. സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ യുവമോർച്ച നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച സ്റ്റീൽ കോംപ്ലക്സിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. ബിജെപി ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റീൽ കോംപ്ലക്സ് ഛത്തീസ്ഗഡിലെ സ്വകാര്യ കമ്പനിയുടെ കയ്യിൽ എത്തിപ്പെടാൻ കാരണം നടത്തിപ്പുകാരായ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം നൽകിയവർ ഇപ്പോൾ ഉള്ളത് വിറ്റു തുലയ്ക്കുകയാണെന്നും സ്റ്റീൽ കോംപ്ലക്സ് സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനമെടുത്ത് ആവശ്യമായ തുക നീക്കിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശിധരൻ നാരങ്ങയിൽ, BJP മണ്ഡലം പ്രസിഡന്റുമാരായ ഷിനു പിന്നാണത്ത്, കൃഷ്ണൻ പുഴയ്ക്കൽ, ജില്ലാ സെക്രട്ടറി അഖിൽ നാളവുംകണ്ടി, വിജിത്ത് ബേപ്പൂർ, ഷിംജീഷ് പാറപ്പുറം, സാബുലാൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എളമരം പാലത്തിലൂടെ ബസ് സർവീസ് ആരംഭിക്കണമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി. അനുമതികളെല്ലാം ഉണ്ടായിട്ടും ബസ് റൂട്ട് അനുവദിച്ചില്ലെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. ഇതിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. 2 വർഷമായി പാലം ഉദ്ഘാടനം ചെയ്തിട്ട് നേരത്തെ ജങ്കാർ ഉപയോഗിച്ച് ആളുകൾ യഥേഷ്ടം കടത്തി കടന്ന് നേരെ ഇക്കരെ കടന്നിട്ട് പോകുന്ന ഒരു കടവായിരുന്നു. ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു കടവായിരുന്നു. അവിടെയാണ് പുതിയ പാലം വന്നത്. അപ്പോൾ പാലം വന്നതിന് ശേഷം വലിയ തോതിലുള്ള യാത്രാ ദുരിതങ്ങൾ കൽപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ KMCT മെഡിക്കൽ കോളേജ്, JDP ഇസ്ലാം കോളേജ്, ചെന്നമല്ലൂർ ഇസ്ലാമിയ കോളേജ്, പിന്നെ റഹ്മാനിയ വിദ്യാലയം, അതുപോലെയുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചിട്ടുള്ള ചികിത്സ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ദൈനംദിനം ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന ഒരു പ്രദേശമാണ് എളമരത്തുനിന്ന് കോഴിക്കോട്ടേക്ക്. അവിടെയാണ് പാലം വന്നത്. അപ്പോൾ ഇതുവരെ അധികാരികൾ നമുക്ക് ബസ് റൂട്ട് അനുവദിച്ചു തന്നില്ല എന്നുള്ളത് ദുഃഖകരമായ സംഭവമാണ്. എളമരം പാലത്തിലൂടെ ബസ് സർവീസ് അനുവദിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ നിയമ പോരാട്ടവും ജനകീയ പ്രക്ഷോഭവും നടത്തുമെന്ന് എളമരം ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സലാം എളമരം, കൺവീനർ TP ഇസ്മായിൽ എന്നിവർ പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായാണ് ബസ് സർവീസ് നടത്തേണ്ടത്. 35 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലം 2022 മെയ് 23 ഉദ്ഘാടനം ചെയ്തു. 2023 ജനുവരിയിൽ ബസ് റൂട്ട് അനുവദിക്കാൻ കോഴിക്കോട് RTO തയ്യാറായി. മലപ്പുറം RTOയുടെ അനുമതിയും വാങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ റൂട്ട് അനുവദിക്കാൻ പറ്റില്ലെന്ന നിലപാടാണ് അധികൃതർ എടുത്തതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹർഷിനയുടെ ജീവൻ വെച്ചാണ് സർക്കാർ പന്താടുന്നതെന്നും CPM-ഉം സർക്കാരും രാഷ്ട്രീയം കളിക്കുകയാണെന്നും MP രാഘവൻ MP. KK ഹർഷിന സഹായ ഫണ്ട് ശേഖരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നം മൂലം വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന KK ഹർഷിനയ്ക്ക് വേണ്ടി സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ പൊതുധന സമാഹരണം തുടങ്ങി. ബക്കറ്റിലേക്ക് പണം നൽകി MK രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. നീതി നിഷേധിക്കപ്പെട്ടതിനാലാണ് ഹർഷിനയ്ക്ക് സമരം ചെയ്യേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചികിത്സയ്ക്ക് ധനം സമാഹരിക്കാനാണ് തെരുവിൽ ഇറങ്ങേണ്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധനസമാഹരണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചെയർമാൻ ദിനേശ് പെരുമണ്ണ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, AP വേലായുധൻ, SK അബൂബക്കർ, മുഹമ്മദ് ഷിജി, P കോയ, കൺവീനർ മുസ്തഫ പാലാഴി, MV അബ്ദുൽ ലത്തീഫ് എന്നിവരും സംസാരിച്ചു. ഹർഷിന ചികിത്സാ നിയമസഹായ ഫണ്ട് സമാഹരണത്തിന് കേരള സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് പെരുമണ്ണ ബ്രാഞ്ചിൽ 401101087219 എന്ന നമ്പറിലാണ് അക്കൗണ്ട് ആരംഭിച്ചത്. 8606137435 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കും പണം അയക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കേരള ഘടകത്തിന്റെ 17ാമത് സംസ്ഥാന സമ്മേളനം മെയ് 17 മുതൽ 19 വരെ കോഴിക്കോട്ട് നടക്കും. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പരിപാടിയുടെ സംഘാടകർ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്പോർട്സ് മെഡിസിൻ ഉണ്ട്. അത് സ്പോർട്സിലുള്ള പുനരധിവാസം, അതായത് സ്പോർട്സ് ഇഞ്ചുറി കഴിഞ്ഞവർക്കും പിന്നെ സ്പോർട്സിലേക്ക് വരുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്പോർട്സിന്റെ ചികിത്സയും നമ്മളിവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ കൃത്രിമ അവയവങ്ങൾ, കാല് കൈയൊക്കെ ഉണ്ടാക്കി നിർമ്മിക്കുന്ന ഒരു വിഭാഗവുമാണ്. ഞങ്ങളുടെ ഈ ഡോക്ടർമാര് എല്ലാവരും MD അല്ലെങ്കിൽ DMD കോഴ്സ് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മൾ ഈ ഡോക്ടർമാരുടെ ഒരു സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അതിന് എല്ലാ സ്റ്റേറ്റുകളിലും ചാപ്റ്ററുകളുണ്ട്. അതിൽ കേരള സ്റ്റേറ്റ് ചാപ്റ്റർ ഇവിടെ 2000 മുതലേ ഉള്ള അസോസിയേഷനാണ്. ഇത് റീജനറേറ്റ് ചെയ്ത് 2010 മുതൽ എല്ലാ കൊല്ലവും ഈ കോൺഫറൻസുകളും അക്കാഡമിക് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ 17ാമത്തെ സ്റ്റേറ്റ് കോൺഫറൻസ് ആണ് ഇപ്പം നമുക്ക് ഈ കോഴിക്കോട്ട് നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMR ഡിപ്പാർട്ട്മെന്റ് ആതിഥേയത്വം വഹിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി 200-ൽ പരം മെഡിക്കൽ റീഹാബിലിറ്റേഷൻ രംഗത്തെ പ്രമുഖരായ ഡോക്ടർമാർ പങ്കെടുക്കും. 17-ാം തീയതി മെഡിക്കൽ കോളേജ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇക്ര ഹോസ്പിറ്റൽ, മലബാർ മെഡിക്കൽ കോളേജ് എന്നീ കേന്ദ്രങ്ങളിൽ വെച്ച് റീഹാബിലിറ്റേഷൻ രംഗത്തെ നൂതന മാർഗങ്ങളെക്കുറിച്ചുള്ള 6ഓളം ശില്പശാലകൾ നടക്കും. 18-നും 19-നുമായി ട്രൈപ്പൻഡ ഹോട്ടലിൽ നടക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടി കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും റഹാബ് കോൺ 2024 സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണ രീതിയുമായി പുതിയേടത്ത് താഴം ചിറക്കുഴി റോഡ് നവീകരണം തുടങ്ങി. റോഡിലെ സാധനങ്ങൾ ഇളക്കിമാറ്റി അതേ വസ്തുക്കൾ കൊണ്ടാണ് പുനർനിർമ്മിക്കുന്നത്. മലബാറിൽ ആദ്യമാണ് ഇത്തരം നിർമ്മാണ രീതി അവലംബിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫുൾ ഡെപ്ത് റെക്ലമേഷൻ രീതിയിൽ മലബാറിലെ ആദ്യത്തെ റോഡാണിത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തുന്നത്. നിലവിലെ റോഡ് 3/4 അടി കനത്തിൽ ഇളക്കിമറിച്ച് ആ നിർമ്മാണ സാമഗ്രികൾ പൂർണ്ണമായും ഉപയോഗിച്ച് കൂടെ സിമൻറ്റും സ്റ്റെബിലൈസറും വെള്ളവും ചേർത്ത് പൾവറൈസ് ചെയ്യുന്ന മെഷീൻ്റെ സഹായത്തോടെ വിരിക്കുകയാണ് ആദ്യഘട്ടം. പിന്നാലെ പാഡ് ഫുട്ട് റോളർ ഉപയോഗിച്ച് ബലപ്പെടുത്തി ഗ്രേഡർ മെഷീൻ ഉപയോഗിച്ച് നിരപ്പാക്കും. വൈബ്രേറ്ററി റോളർ ഉപയോഗിച്ച് അമർത്തുകയും ചെയ്യും. അതിനുശേഷം ന്യൂമാറ്റിക് ടയർ റോളർ ഉപയോഗിച്ച് ഉപരിതലം മിനുക്കും. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന റോഡ് 7 മണിക്കൂർ മൂടി വയ്ക്കുകയും 7 ദിവസം നന്നായി നനയ്ക്കുകയും വേണം. ഈ കാലയളവിൽ വാഹനം പോകരുത്. എന്നാൽ മാത്രമേ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ദൃഢമായ പ്രതലം ലഭിക്കൂ. അതിനുശേഷം ഇമൽഷൻ തളിച്ച് പോളി പ്രോപ്ലിൻ പേവിംഗ് ഫാബ്രിക് വിരിച്ച് ബിറ്റുമിൻ കോൺക്രീറ്റ് കൊണ്ട് ഫിനിഷിംഗ് പൂർത്തിയാക്കും. FDR നിർമ്മാണ രീതി വ്യാപകമാകുന്നതോടെ നിർമ്മാണ വസ്തുക്കൾക്കായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കാനുമാകും. ദൃഢവും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ റോഡായതിനാൽ അടിക്കടിയുള്ള അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും ഒഴിവാക്കാം. നിർമ്മാണ പ്രവൃത്തിയുടെ വേഗം കൂട്ടാനും ചെലവ് കുറയ്ക്കാനും FDR രീതി സഹായിക്കുമെന്ന് ULCC അധികൃതർ പറയുന്നു. സംസ്ഥാനത്ത് ഗ്രാമീണ റോഡുകളിലാണ് ഈ രീതി വ്യാപകമായി നടപ്പാക്കുന്നത്. PMSGY പദ്ധതിയിൽ മലബാർ മേഖലയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത്തരം 13 കരാറുകൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ 36ാം സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 19-ന് കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കും. അഹമ്മദ് ദേവർകോമിൽ MLA, MP-മാരായ K മുരളീധരൻ, ET മുഹമ്മദ് ബഷീർ, PK ബഷീർ MLA എന്നിവരും SLRC നേതാക്കളും വിവിധ സെഷനുകളിൽ സംബന്ധിക്കും. ലക്ഷണമൊത്ത ഭാര്യമാർ, ലക്ഷണമൊത്ത ഭർത്താക്കന്മാർ, ലക്ഷണമൊത്ത മാതാപിതാക്കൾ ഇത് ഉണ്ടാക്കുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ കേവലം കുറെ ബുദ്ധിപരമായ വൈജ്ഞാനിക മേഖലയിലുള്ള അറിവുകൾ ഒരുപാട് നേടിയതുകൊണ്ട് മനുഷ്യനാവില്ല. മനുഷ്യനാവണമെങ്കിൽ മനുഷ്യൻ മൃഗീയത്വം മാറ്റിവെക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉള്ളിലൊരു മൃഗമുണ്ട്, എല്ലാവരുടെയും. അതിന് നമ്മൾ ഉറക്കിക്കെടുത്തിക്കൊണ്ടാണ് നമ്മൾ മനുഷ്യരായി നടക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും ഉണരാം. പക്ഷെ അത് ഉണരാണ്ടിരിക്കാനുള്ള അനസ്തേഷ്യാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന SLRC സംഗമത്തിൽ വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വിജ്ഞാന മത്സരങ്ങൾ, പുസ്തക പ്രകാശനം, സാംസ്കാരിക അവാർഡ് വിതരണ, പൊതുസമ്മേളനം തുടങ്ങിയ സെഷനുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിവിധ സെഷനുകളിലായി നടക്കുന്ന സംസ്ഥാന സംഗമത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. നമ്മുടെ പരിപാടി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. കൃത്യം 10 മണിക്ക് നമ്മുടെ വൈജ്ഞാനിക സമ്മേളനം എന്ന ഒന്നാമത്തെ സെഷൻ ആരംഭിക്കും. വൈജ്ഞാനിക മത്സരം എന്ന് കോമൺ ആയിട്ട് നാം തുടങ്ങുന്ന ആ സമ്മേളനത്തിൽ ഹിഫ്ള് മത്സരം, അറബി ഭാഷാ നൈപുണ്യ മത്സരം, അതേപോലെ തന്നെ ചരിത്ര ക്വിസ് മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരമായ ഖുർആൻ ഹിഫ്ള് മത്സരം. വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിക്കും. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം K. മുരളീധരൻ MP നിർവഹിക്കും. മികച്ച വിജയം നേടിയ പഠിതാക്കൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ET മുഹമ്മദ് ബഷീർ MP വിതരണം ചെയ്യും. ഖുർആൻ വിജ്ഞാന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അവാർഡ് ദാനം PK ബഷീർ MLA നിർവഹിക്കുമെന്നും SLRC സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. NMMS USS വിജയികളെ X&Y ലേണിംഗ് ആദരിക്കുന്നു. അവാർഡ് ദാന സംഗമ പരിപാടികൾ മെയ് 19 കോഴിക്കോട്ടും മെയ് 26 കോട്ടക്കലിലും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. അത് മെയ് 19 കോഴിക്കോടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാനറ്റോറിയത്തിൽ വെച്ചിട്ട്, റീജിയണൽ സയൻസ് സെന്റർ പ്ലാനറ്റോറിയത്തിൽ വെച്ചിട്ട് മെയ് 19 നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മെയ് 26 കോട്ടക്കൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട്, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിൽ വെച്ചിട്ട് മെയ് 26 സിമിലർ പരിപാടി മലപ്പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിന് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഇവരെ ആദരിക്കുക എന്നുള്ളതും, രണ്ടാമത്തത് അവര് ഇനി ഫ്യൂച്ചറിലോട്ട് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന മത്സര പരീക്ഷകളും അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കരിയർ സെഷൻ കൂടി ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടാവും. 2023-24 അധ്യയന വർഷത്തിൽ NMMS USS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികൾക്ക് X&Y ലേണിംഗ് സംഘടിപ്പിക്കുന്ന അവാർഡ് ദാന സംഗമം മെയ് 19 കോഴിക്കോട് പ്ലാനറ്റോറിയം ഹാളിലും മെയ് 26 കോട്ടക്കൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ വെച്ചും സംഘടിപ്പിക്കും. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ MLA മെയ് 19 സംഗമം ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ മത്സര പരീക്ഷകൾ, ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സ്വാധീനവും എന്നീ വിഷയങ്ങളിൽ കരിയർ വിദഗ്ധർ നയിക്കുന്ന പ്രത്യേക സെഷനുകളും ഉണ്ടാകുമെന്ന് X&Y ലേണിംഗ് സാരഥികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം മനുഷ്യരിൽ നിന്നും പകരില്ലെന്ന് വിദഗ്ധർ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് രോഗകാരണമെന്ന് 10,000-ൽ ഒരാൾക്കാണ് സ്വാഭാവികമായും രോഗം ഉണ്ടാവുകയെന്നും ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 വയസ്സുകാരിക്ക് ബാധിച്ചതായി കരുതുന്ന അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗം വളരെ വിരളമായി മാത്രം പ്രത്യക്ഷപ്പെടുന്നതാണെന്നും 10,000-ൽ ഒരാൾക്ക് എന്നതിനപ്പുറം ഉണ്ടാകില്ലെന്നും വിദഗ്ധർ വ്യക്തമാക്കി. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. നെഗ്ലറിയ ഫൗലേറി എന്ന അമീബയാണ് രോഗം ഉണ്ടാക്കുന്നത്. രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി,
കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും കാണുന്നു. നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടക്കുക. കുട്ടിക്ക് സാധ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മരുന്ന് കിട്ടാനുള്ള സാധ്യത തേടുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2024 മുരുകേഷ് കാക്കൂർ പുരസ്കാരം നടൻ ശിവജി ഗുരുവായൂരിന് 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് 18 കോഴിക്കോട്ട് നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ സമർപ്പിക്കുമെന്ന് മുരുകേഷ് കാക്കൂർ അനുസ്മരണ സമിതി അറിയിച്ചു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നാടക ചലച്ചിത്ര നടനായിരുന്നു മുരുകേഷ് കാക്കൂർ. തികഞ്ഞൊരു കലാകാരനായിരുന്ന മുരുകേഷിന്റെ അകാല വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനുസ്മരണ സമിതി നാടക ചലച്ചിത്ര മേഖലകളിൽ ശ്രദ്ധേയരാകുന്ന വ്യക്തികൾക്ക് ഓരോ വർഷവും പുരസ്കാരം നൽകാറുണ്ട്. കേരളത്തിലെ പ്രമുഖ നാടക ചലച്ചിത്ര നടനായ ശ്രീ ശിവജി ഗുരുവായൂരിനാണ് ഇത്തവണത്തെ മുരുകേഷ് കാക്കൂർ അനുസ്മരണ സമിതി പുരസ്കാരം നൽകുന്നത്. പ്രശസ്ത നാടക, സിനിമ, സീരിയൽ നടൻ മുരുകേഷ് കാക്കൂറിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും നൽകുന്ന മുരുകേഷ് കാക്കൂർ പുരസ്കാരം നാടക നടനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും സിനിമാ താരവുമായ ശിവജി ഗുരുവായൂരിന് നൽകാൻ തീരുമാനിച്ചതായി അവാർഡ് കമ്മിറ്റി അറിയിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുരുകേഷ് കാക്കൂരിന്റെ 8ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് മെയ് 18 വൈകുന്നേരം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഓർമ്മകളിൽ കുട്ടേട്ടൻ എന്ന മുരുകേഷ് കാക്കൂർ അനുസ്മരണ പരിപാടിയിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പുരസ്കാരം കൈമാറും. നാടകം, സമൂഹം, കാലം എന്ന വിഷയത്തിൽ സായാഹ്ന ചർച്ചയും തുടർന്ന് മാവറിക്സ് GHSS കോക്കല്ലൂർ അവതരിപ്പിക്കുന്ന കുമരു എന്ന നാടകവും അരങ്ങേറുമെന്നും മുരുകേഷ് കാക്കൂർ അനുസ്മരണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സെയിൽ സ്റ്റീൽ കോംപ്ലക്സ് ഇല്ലാതാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കച്ചവട ലോബിയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. എളമരം പാലത്തിലൂടെ ബസ് സർവീസ് ആരംഭിക്കണമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി. ഹർഷിനയുടെ ജീവൻ വെച്ചാണ് സർക്കാർ പന്താടുന്നതെന്നും CPM-ഉം സർക്കാരും രാഷ്ട്രീയം കളിക്കുകയാണെന്നും MK രാഘവൻ MP. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.